ഓക്കെ, ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെടുത്ത് നോക്കിയാലും അയാൾക്ക് കുറേ ഗുഡ് ഹാബിറ്റ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അയാൾക്കുള്ള കുറേ ബാഡ് ഹാബിറ്റ്സുകൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വേൾഡ് ഫേമസ് ഓതറായിട്ടുള്ള ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സിലുള്ളൊരു 4 ഫ്രെയിം വർക്ക് ഉണ്ട്. ആ 4 ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ല ഹാബിറ്റിനെ ഉണ്ടാക്കാം എന്നുള്ളതും എങ്ങനെ ചീത്ത ഹാബിറ്റിനെ ഇല്ലാതാക്കാം എന്നുള്ളതും ഒന്ന് നോക്കി നോക്കാം. ഞാനതിൽ പറയുന്നത് ഒരു ഇപ്പോൾ നമ്മളെ സൊസൈറ്റി യങ്ങർ ജനറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വ്യാപകമായിട്ടുള്ളൊരു ചീത്ത സ്വഭാവമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇൻഫോർമേഷനാണോ? ഇൻഫോർമേഷൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണ്. അധിക സിറ്റുവേഷനിലും പോകും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ക്ലിക്ക് ചെയ്തതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 4 മണിക്കൂർ അല്ലെങ്കിൽ എത്രയും ടൈം ആവാം, മിനിമം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ടൈം ആ വീഡിയോസിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ടൈം അവിടെ വേസ്റ്റ് ആവുന്ന, നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുന്ന, ഒന്നിൽ ഫോക്കസ് ആവാതെ ഒരു കാര്യമായിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങും കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബ് ആയാലും ഇപ്പോഴത്തെ സ്ഥിതി അത് തന്നെയാണ്. ഇതിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ ഒരു ബാഡ് ഹാബിറ്റ്സ് എങ്ങനെ ഈ 4 ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇല്ലാതാക്കാം എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഏതൊരു ഹാബിറ്റും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് ഓർമ്മ വരണം. ഓർമ്മ വന്നിട്ട് അത് താല്പര്യം ഉണ്ടാവണം. താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള എളുപ്പം, എത്രത്തോളം സുഖമാണ് ചെയ്യാൻ, അത് ചെയ്തിട്ട് എത്രത്തോളം സംതൃപ്തി കിട്ടുന്നുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഒരു ഹാബിറ്റ് ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഫേവറാണ് ഈ സോഷ്യൽ മീഡിയൻ്റെ കാര്യത്തിൽ. വളരെ എളുപ്പമാണ്, ഓർമ്മ പെട്ടെന്ന് വരും. കാരണം അതിൻ്റെ ഐക്കൺസാണ് എപ്പോഴും നമ്മൾ റീച്ചബിൾ ആയിട്ടുള്ള മൊബൈലിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അതിൻ്റെ ഐക്കൺസ് കാണാവുന്നതാണ്. അപ്പോൾ ഓർമ്മ പെട്ടെന്ന് വരും. അപ്പോൾ മൊബൈൽ എടുത്ത് ഓണാക്കിയാലേ അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മ നമുക്ക് വരും. അത് വളരെ അധികം താല്പര്യം ഉണ്ടാകുന്ന സംഭവമാണ്. കാരണം വളരെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിലെ ഓരോ കണ്ടൻറ്റും നമ്മുടെ സൊസൈറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതിൽ പിടിച്ചിരുത്താൻ ഉതകുന്ന രീതിയിലാണ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ താല്പര്യപൂർവ്വം നമ്മൾ കണ്ടിരിക്കാൻ കഴിയും. പിന്നെ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഒറ്റ ക്ലിക്കിൽ സ്ക്രോൾ ചെയ്തിങ്ങനെ പോയാൽ മതി. അടുത്ത ഒരു വീഡിയോയിൽ നിന്ന് രണ്ടാമത്തെ വീഡിയോയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മില്യൺസ് ഓഫ് വ്യൂസുള്ള വളരെ ക്വാളിറ്റിയുള്ള വീഡിയോസ് മാത്രമാണ് യൂട്യൂബ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്തു തരുള്ളൂ. അപ്പോൾ മണിക്കൂറുകളോളം അതിൽ സ്പെൻഡ് ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സംതൃപ്തി, അതിൽ നിന്ന് കിട്ടുന്ന ഓരോ വീഡിയോസിലും ഓരോ സ്റ്റോറികളാണ്, സ്റ്റോറി ടെല്ലിങ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഓരോ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനം എല്ലാ വീഡിയോസിൻ്റെയും ചെറിയ ഷോർട്ട് വീഡിയോസിൻ്റെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ആ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ആ ക്ലൈമാക്സ് കാണുമ്പോഴുള്ള ഒരു സംതൃപ്തിയും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ 4 ഫ്രെയിം വർക്ക് ഇപ്പം തന്നെ ഓൾറെഡി ഫേവറബിളാണ്. അതായത് ഇതിനായിട്ട് മാച്ച് ഒരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത്. ഇത് റിവേഴ്സ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പം ഇതിനെ ബീറ്റ് ചെയ്യാൻ കഴിയും. അതിലുള്ള ഒരു മെത്തേഡാണ് ഓർമ്മ കുറക്കുക. അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മ ഉണ്ടാകുന്നത് വളരെ അധികം ഇല്ലാതാക്കുക എന്നുള്ളത്. എങ്ങനെ ഇതിനെ പറ്റിയുള്ള ഓർമ്മ ഇല്ലാതാക്കുക? സിംപ്ലി നമുക്ക് ഇൻസ്റ്റാഗ്രാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം, ഫേസ്ബുക്ക് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് വളരെയധികം ഇൻഫർമേഷൻ കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള യൂട്യൂബ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. യൂട്യൂബിലും ഷോർട്സും കാര്യങ്ങളും ഡിസ്ട്രാക്ഷൻസും ഉണ്ട്. അത് ഒഴിവാക്കാൻ നമ്മുടെ വാച്ച് ഹിസ്റ്ററി ഓഫാക്കി വെക്കുക. ഇതുവരെ കണ്ട ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ യൂട്യൂബിന് നമ്മളെ ഹിസ്റ്ററി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കണ്ടൻറ്റ്, നമ്മളെ സ്വഭാവം മനസ്സിലാക്കുന്നതും ആ സ്വഭാവം വെച്ചിട്ടാണ് നമുക്ക് കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യുന്നതും. ആ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ആവശ്യമില്ല. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം യൂട്യൂബിലുണ്ട്. അപ്പോൾ ഓൾറെഡി ഓർമ്മ ആവുന്നത് നമ്മൾ ഓൾറെഡി ഒഴിവാക്കി. പിന്നെ യൂട്യൂബിൻ്റെയും തന്നെ വളരെയധികം യൂസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പൊസിഷൻ നമ്മൾ സ്മാർട്ട് ഫോണിൽ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് അതിൻ്റെ പ്ലേസിനെ പറ്റി, അത് നിൽക്കുന്ന യൂട്യൂബിൻ്റെ ഐക്കൺ നിൽക്കുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു
ഒബ്സർവേഷൻ, ആ ഒരു ഓർമ്മാവൽ, കാണുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മാവൽ വളരെയധികം ഇല്ലാതാക്കാൻ സഹായിക്കും. അതുതന്നെ യൂട്യൂബ് ക്ലിക്ക് ചെയ്യാനും അത് തുറക്കാനും എടുക്കുന്ന ടൈം കൂട്ടും. അതുകൊണ്ട് ആ ഹാബിറ്റിനെ അത് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്താണ് താല്പര്യം. ഈ താല്പര്യം ഇല്ലാതാക്കാൻ സോഷ്യൽ മീഡിയേൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെപ്പറ്റി നിരന്തരം അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ള ഓപ്ഷൻ. അതിൻ്റെ ബാഡായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കണ്ടൻറ്റും കാര്യങ്ങളും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു താല്പര്യക്കുറവുണ്ടാവും. ഇനിയൊക്കെ ഓർമ്മയായി താല്പര്യം ഇതിനെപ്പറ്റി പഠിച്ച് എന്നാലും നമുക്കത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇൻ കേസ് ഉപയോഗിച്ചാൽ ആ ഉപയോഗിക്കുന്ന പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ടാക്കുക എന്നുള്ളതാണ് ഈ എളുപ്പം എന്നുള്ള സംഭവം. ഇതിനെ റിവേഴ്സ് ആക്കുന്നതിലൂടെ നമ്മൾ ആ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള ആ ഒരു സന്ദർഭത്തിനെ ബുദ്ധിമുട്ടാക്കുക. എങ്ങനെ ബുദ്ധിമുട്ടാക്കുക? അതിലേക്ക് എത്താനുള്ള ടൈം കൂട്ടുക, അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കാനുള്ള ആ ഒരു സ്റ്റെപ്പുകളുടെ എണ്ണം കൂട്ടുക. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ അതിൻ്റെ വെബ് ബ്രൗസറിൽ പോയിട്ട് സൈൻ ചെയ്തിട്ട് എടുക്കുന്ന രീതിയാൽ ഇയാൾ ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിൻ്റെയും ഇയാളുടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇടയിലുള്ള അതിലേക്ക് എത്തുന്നതിനുള്ള സ്റ്റെപ്പുകൾ ബ്രേക്ക് ചെയ്ത് കുറേ സ്റ്റെപ്പാക്കുന്നു. അങ്ങനെ സ്റ്റെപ്പാക്കുമ്പോൾ തന്നെ അത് കാണാനുള്ള ബുദ്ധിമുട്ട് കൂടും. അപ്പോൾ ബുദ്ധിമുട്ട് കൂടുമ്പോൾ അത് ഉപയോഗിക്കാൻ എളുപ്പമാവില്ല. അപ്പോൾ ആ ഹാബിറ്റ് അവിടെ ഇല്ലാതാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇൻ കേസ് ഓർമ്മ ആക്കിൽ വർക്ക് ചെയ്തില്ല, കുറേയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കും. എത്ര താല്പര്യമില്ല അതിൻ്റെ നെഗറ്റീവ് വശം പഠിച്ചാലും നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. എത്ര ബുദ്ധിമുട്ടാക്കിയാലും അത് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഉള്ളൊരു സ്ട്രാറ്റജി പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സംതൃപ്തി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക? അപ്പോൾ ഇതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയയാണ് ലിങ്ക്ഡിനും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. പ്രൊഫഷണലാണ് എന്നുണ്ടെങ്കിലും ലിങ്ക്ഡിനിൽ ഞാൻ കണ്ടൊരു ടെക്നിക്ക്, അതിൽ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ വീഡിയോസിൻ്റെ ഓഡിയോ ഓഫാക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ എൻഗേജിങ് ആയി. വീഡിയോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഓഡിയോ ഇല്ലാതാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി കുറയും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, വിഷ്വൽസിൽ ക്യാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിലൂടെ ഓഡിയോ ഓണാക്കിയിട്ട് കേൾക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ആ സംതൃപ്തി, അതുകൊണ്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉപയോഗം കുറയും. അപ്പോൾ ഈ ഉപയോഗം കുറയുന്നതിലൂടെ ഫോക്കസ് ആയിട്ടുള്ള ലേണിങ്ങും കൂടുതൽ ടൈം ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അതോടുകൂടി സക്സസ്ഫുൾ ലൈഫ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് യങ്ങർ ജനറേഷനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു നല്ല ശീലം എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം ഈ 4 ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് എന്നിങ്ങനെ വേറെ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം.